ഹലോ ഡിയേഴ്സ്, BCE 50,000 മുതൽ BCE 8,000 വരെയുള്ള കാലഘട്ടത്തെ, അതായത് 50,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങി 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മൾ സ്റ്റോൺ ഏജ് ആയി കണക്കാക്കപ്പെടുന്നു. സ്റ്റോൺ ഏജിനെ തന്നെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഏജുകളായി വിവിധ വർഷാടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുന്നു. സ്റ്റോൺ ഏജിന് ശേഷം പിന്നീട് വന്നതാണ് ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിന്റെ ചരിത്രം നമുക്ക് ലഭ്യമാകുന്നത് 5,000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BCE 3000 നിന്നുമാണ്. ബ്രോൺസ് ഏജിന് ശേഷം അയൺ ഏജ് ഏകദേശം 3200 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി, അതായത് BCE 1200 മുതൽ അയൺ ഏജ് ആരംഭിച്ചു. സ്റ്റോൺ ഏജിനും അയൺ ഏജിനും ഇടയ്ക്കുള്ള കാലത്താണ് ബ്രോൺസ്, അതായത് വെങ്കലം ഉപയോഗത്തിൽ വന്നത്. ഈ കാലഘട്ടം ബ്രോൺസ് ഏജ്, അതായത് വെങ്കലയുഗം എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റോൺ ടൂൾസിന്റെ പ്രയോഗം ഇക്കാലത്തും തുടർന്നു പോന്നു. കോപ്പറും ടിന്നും ചേർന്ന അലോയി ആകുന്നു ബ്രോൺസ്. മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ഹരപ്പ, ചൈന തുടങ്ങിയ നഗരങ്ങളിൽ 5,000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BCE 3000 ബ്രോൺസ് ഉപയോഗിച്ചതായി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. മെസൊപ്പൊട്ടേമിയ എന്ന നഗരം എവിടെയാണെന്ന് നോക്കാം. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഏത് രാജ്യങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ഇറാഖിലും കുവൈത്തിലും സ്ഥിതി ചെയ്യുന്ന ടൈഗ്രീസ്, യൂഫ്രട്ടീസ് നദീതടങ്ങളിൽ BCE 4000 മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദീതീരത്തായിരുന്നു. ചൈനീസ് സിവിലൈസേഷൻ ഹൊയാങ്ങോ നദീതീരത്തും ഹരപ്പൻ സിവിലൈസേഷൻ സിന്ധു നദീതട സംസ്കാരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു.